എല്ലാവർക്കും KPS കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ വെണ്ടച്ചെടിയിൽ നിന്നും പറിച്ചെടുത്ത വെണ്ടയ്ക്ക കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം. ഇനി നമുക്ക് വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇത്രയും വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്കിന്ന് തോരൻ തയ്യാറാക്കാം. നമ്മൾ പറിച്ചുകൊണ്ട് വന്ന വെണ്ടയ്ക്ക കഴുകി വെള്ളമെല്ലാം തോർത്തി ചെറിയ കഷ്ണങ്ങളാക്കി, ഈ സൈസിലുള്ള കഷ്ണങ്ങളാക്കി അരിഞ്ഞു കൊണ്ടുവന്നു. അധികം കനം വേണ്ട, കുറച്ച് കനം കുറഞ്ഞ തിന്നായിട്ടുള്ള പീസസ് ആയിട്ട് മുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നീട് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. പച്ചമുളകിൻ്റെ അളവ് അവരവരുടെ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് വേണം. പിന്നീട് വേണ്ടത് തേങ്ങ, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി. ഇത് തേങ്ങയ്ക്കുള്ളതാണ്. ഇനി നമുക്ക് വെണ്ടയ്ക്കയ്ക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കടുക് വറുത്ത് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് വരട്ടെ. നമ്മുടെ ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വലിയ സ്പൂണിനല്ല, ചെറിയ സ്പൂണിന് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി തുടങ്ങി. ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വാടി വന്നു. സ്വല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്കായും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഫുൾ ഫ്ലെയിമിൽ ഇടണം. ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെണ്ടയ്ക്കായ്ക്ക് ഉള്ള ആ വഴുവഴുപ്പ് കൂടുതലായിട്ട് വരും. ഇതിപ്പം വീട്ടിലെ വെണ്ടയ്ക്ക ആയതുകൊണ്ട് അധികം വഴുവഴുപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. എന്നാലും നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുത്ത് ഒന്ന് ആ വഴുവഴുപ്പെല്ലാം മാറുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ തന്നെ നമുക്ക് വെക്കാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തു. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. വീട്ടിലെ വെണ്ടയ്ക്ക ആയതുകൊണ്ട് അധികം ഇതാക്കില്ല. എന്നാലും നമുക്ക് ഒരു 2-3 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇളക്കിയിടും. എന്നിട്ട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. ഈ വെണ്ടയ്ക്ക ഒന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പൊന്ന് ചതച്ചെടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അടിഭാഗം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് അടിഭാഗം കരിഞ്ഞും പോകും, മുകൾ ഭാഗം മൂക്കത്തുമില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. വഴുവഴുപ്പൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. വെണ്ടയ്ക്ക ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ ആ നൂല് പോലുള്ള ഇതൊക്കെ ഒന്ന് മാറി. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അടിഭാഗം മാത്രം മൂക്കും, മുകൾ ഭാഗം മൂക്കത്തില്ല. ഇനി മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ വെണ്ടയ്ക്ക തോരൻ്റെ പാകത്തിനായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. സ്വല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും തേങ്ങായും കൂടെ ചതച്ചതാണ്. അതങ്ങോട്ടിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി ഒരു 1-2 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കാം. ഈ അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടണ്ടേ, അതിനായിട്ട്. ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പും കൂടെ നോക്കിയിട്ട് അടച്ചു വെക്കാം.
ആവശ്യത്തിനുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. നമ്മുടെ ഇപ്പം ഏകദേശം 1-2 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ വെണ്ടയ്ക്കാത്തോരൻ പാകമായി. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ വെണ്ടയ്ക്കാത്തോരൻ തയ്യാറായി. ഇനി ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. വളരെ ടേസ്റ്റിയായ വെണ്ടയ്ക്കാത്തോരൻ തയ്യാറായി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീട്ടിലെ വെണ്ടയിൽ നിന്ന് പറിക്കാൻ പറ്റിയില്ലെങ്കിലും കടയിൽ നിന്നാണെങ്കിലും വാങ്ങിച്ച് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണം.